നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത വിപ്ലവകരമായ ഒരു പുതിയ പോരാട്ടത്തിനാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മണ്ണ് പൂർണ്ണമായും വേദിയാകാൻ ഒരുങ്ങുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യാന്തര തലത്തിൽ മികച്ച ഫോമിലുള്ള രണ്ട് ഏഷ്യൻ വൻശക്തികൾ നേർക്കുനേർ വരുമ്പോൾ കളിയിലെ തന്ത്രങ്ങൾക്കും ടീമുകളുടെ തിരഞ്ഞെടുപ്പുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. ഒരു വശത്ത് ലോകത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര ലീഗുകളിൽ കളിച്ച് പരിചയസമ്പന്നരായ യുവനിരയും, മറുഭാഗത്ത് കളി ജയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന കടുത്ത പോരാളികളും അണിനിരക്കുമ്പോൾ പ്രവചനങ്ങൾ പൂർണ്ണമായും അസാധ്യമാകും. വരാനിരിക്കുന്ന ഒരു വമ്പൻ അന്താരാഷ്ട്ര കായികമേളയ്ക്ക് തൊട്ടുമുൻപ് നടക്കുന്ന ഈ പോരാട്ടത്തെ ഇരു ടീമുകളും തങ്ങളുടെ അഭിമാന പോരാട്ടമായാണ് കാണുന്നത്. ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഈ മത്സരക്രമത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായുള്ള വലിയ കാത്തിരിപ്പിലാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് പ്രേമികൾ. ഡൽഹിയിലെ പ്രശസ്തമായ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ഈ 3 മത്സരങ്ങളുടെ പരമ്പര വെറുമൊരു കളി എന്നതിലുപരി രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു നയതന്ത്ര നീക്കം കൂടിയാണ്. ശതകോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പ് മൂല്യമുള്ള ഈ കായിക മാമാങ്കം ക്രിക്കറ്റ് ലോകത്തെ പല പുതിയ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുന്നിൽ കളിക്കാനിറങ്ങുമ്പോൾ പോലും ചില വിദേശ ടീമുകൾക്ക് ഒട്ടും അർഹിക്കാത്ത ആനുകൂല്യങ്ങളും പദവികളും ഇവിടെ എന്തിനാണ് വെറുതെ വച്ചു നീട്ടുന്നത് എന്ന് പലരും പരസ്യമായി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. BCCIയുടെ വൻ സാമ്പത്തിക ലാഭവും അനാവശ്യ ഉദാര മനസ്കതയും കാരണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിചിത്രമായ മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്താൻ അനുവാദം കൊടുക്കുന്നത് എന്നാണ് ഒരു വിഭാഗം വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. ആഭ്യന്തര തലത്തിൽ ഒരു നിലവാരമില്ലാത്ത പിച്ചുകൾ ഒരുക്കിക്കൊണ്ട് കളിയെ മൊത്തത്തിൽ നശിപ്പിക്കാനും കേവലം പണമുണ്ടാക്കാനും മാത്രമാണ് ഇവിടെ ചിലർ നോക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. രാജ്യാന്തര തലത്തിൽ അത്രയൊന്നും വലിയ ട്രാക്ക് റെക്കോർഡില്ലാത്ത വിദേശ ടീമുകളെ അനാവശ്യമായി തലയിൽ കയറ്റിയിരുത്തുന്ന BCCIയുടെ ഈ വിചിത്രമായ രീതി ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ മണ്ണിൽ വന്ന് കളിച്ച് ഇവിടുത്തെ ലോകോത്തര സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിച്ച് ഒടുവിൽ അവർ തന്നെ വലിയ ആളാകുന്ന ഈ ഏർപ്പാട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സിന് തന്നെ കോട്ടമാണെന്ന് പറയേണ്ടി വരും. മറ്റു ബോർഡുകളെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തെ ക്രിക്കറ്റിനെ പണയപ്പെടുത്തുന്ന ഇത്തരം വിട്ടുവീഴ്ചകൾ ആരാധകരിൽ വലിയ രീതിയിലുള്ള അമർഷവും ദേഷ്യവും മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, വരാനിരിക്കുന്ന പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ പോകുന്ന ടീമിൽ ഇപ്പോഴേ കടുത്ത ഗ്രൂപ്പിസവും താൽപര്യക്കേടുകളും വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന അണിയറ രഹസ്യങ്ങൾ. സമ്മർദ്ദഘട്ടങ്ങളിൽ എപ്പോഴും തപ്പിത്തടയുന്ന രാജ്യാന്തര തലത്തിൽ യാതൊരു വിധത്തിലുള്ള പരിചയ സമ്പത്തുമില്ലാത്ത ഒരു കൂട്ടം കൗമാരക്കാരെയും യുവതാരങ്ങളെയും വെച്ചാണോ നമ്മൾ വലിയ ട്രോഫികൾ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? IPLലെ വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രം കണ്ട് അമിത പ്രാധാന്യം നൽകി വളർത്തിക്കൊണ്ടുവരുന്ന ഈ കളിക്കാർക്ക് രാജ്യത്തിന്റെ ഔദ്യോഗിക ജേഴ്സിയിൽ തിളങ്ങാൻ കഴിയില്ലെന്നത് മുൻപും പലവട്ടം തെളിഞ്ഞിട്ടുള്ള കൈപ്പേറിയ യാഥാർത്ഥ്യമാണ്. സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന കളിയിൽ പോലും പേടിച്ചു വിറച്ച് തോൽവി വാങ്ങിക്കൂട്ടാനാണോ ഇത്തരത്തിലുള്ള അനാവശ്യ പരീക്ഷണങ്ങൾക്ക് ടീം മാനേജ്മെന്റും സെലക്ടർമാരും മുതിരുന്നത്? വലിയ വലിയ വമ്പൻ ടീമുകളോട് മുട്ടി നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത ഈ പുതിയ പരീക്ഷണങ്ങൾ വലിയൊരു നാണക്കേടിലും ദുരന്തത്തിലും മാത്രമായിരിക്കും അവസാനിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ചു പറയാം. ആഭ്യന്തര ക്രിക്കറ്റിൽ കഷ്ടപ്പെടുന്ന സീനിയർ താരങ്ങളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ ഹൈപ്പുള്ള കളിക്കാർക്ക് അവസരം നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു ടെസ്റ്റ് മത്സരവും 3 ഏകദിനങ്ങളും അടങ്ങുന്ന ഔദ്യോഗിക പരമ്പരയ്ക്കായി ഇതേ വിദേശ ടീം ഇവിടെ പര്യടനം നടത്തിയിരുന്ന കാര്യം നമ്മൾ ആരും മറക്കാനിടയില്ല. അന്ന് ഇന്ത്യ പൂർണ്ണ ആധിപത്യം പുലർത്തുകയും ആതിഥേയർ എന്ന നിലയിൽ എല്ലാ മത്സരങ്ങളും തങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ വെക്കുകയും ചെയ്തിരുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. പിച്ചുകളുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി കളിക്കുന്ന ഇന്ത്യൻ യുവനിരയ്ക്ക് എപ്പോഴും ഇത്തരം ഏഷ്യൻ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആഭ്യന്തര ക്രിക്കറ്റിലെയും അണ്ടർ-19 തലത്തിലെയും മിന്നും പ്രകടനങ്ങളാണ് പല പുതിയ പ്രതിഭകളെയും ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വളർത്തിയെടുത്തത്. വരാനിരിക്കുന്ന ഏഷ്യൻ
ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡലിലേക്ക് ഇന്ത്യക്ക് വ്യക്തമായ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം മുൻകാല അനുഭവങ്ങളും മത്സരങ്ങളും ഏറെ സഹായിക്കും. പഴയ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പുതിയൊരു തന്ത്രവുമായി ഇറങ്ങുന്ന ഇന്ത്യൻ നിരയ്ക്ക് മുന്നിൽ ഏത് വമ്പൻ ശക്തികൾക്കും അല്പം പതറേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ വരുന്ന സെപ്റ്റംബർ മാസം 13, 16, 19 തീയതികളിൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 പരമ്പരയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇവിടെ അഫ്ഗാൻ തന്നെയാണ് ഔദ്യോഗിക ഹോം ടീം. BCCIയും അഫ്ഗാൻ ബോർഡും തമ്മിലുള്ള നല്ല സൗഹൃദം കാരണമാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് ഇന്ത്യ ഈയൊരു വലിയ സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തു നൽകുന്നത്. മുൻപ് പറഞ്ഞ വിമർശനങ്ങൾക്കെല്ലാമുള്ള മാസ് മറുപടിയായി ഈ പരമ്പരയിൽ ഇന്ത്യൻ യുവനിരയെ നയിക്കാൻ പോകുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. സഞ്ജുവിന്റെ തന്ത്രപരമായ ക്യാപ്റ്റൻസിയും ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയുടെ ഭയമില്ലാത്ത ബാറ്റിംഗും കൂടിയാകുമ്പോൾ അഫ്ഗാന്റെ റാഷിദ് ഖാൻ ഉൾപ്പെടുന്ന ലോകോത്തര സ്പിൻ ട്രയത്തെ ഇന്ത്യ തകർത്തെറിയും. IPL പരിചയ സമ്പത്തും ഭയമില്ലാത്ത ബാറ്റിംഗ് നിരയും സഞ്ജുവിന്റെ ലീഡർഷിപ്പും ചേരുമ്പോൾ അഫ്ഗാന്റെ ഹോം ഗ്രൗണ്ട് ആധിപത്യത്തെ ഇന്ത്യ തച്ചുടയ്ക്കും. രാജ്യാന്തര തലത്തിലെ പരിചയക്കുറവ് മറികടന്ന് ഏഷ്യൻ ഗെയിംസിന് മുൻപുള്ള ഈ സുവർണാവസരം സഞ്ജുവും സംഘവും ഇന്ത്യക്ക് വമ്പൻ വിജയമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്